നിങ്ങൾ ഇനി ഈ വെണ്ടക്ക ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കി. ഏത് വെണ്ടക്ക ഇഷ്ടമില്ലാത്തോലും ഈ ഒരു കറി കൂട്ടും കേട്ടോ. അപ്പോൾ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, കറി എങ്ങനെ വെക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അത് ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായതിനു ശേഷം ഒരു 10ഓളം ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്, ഇതേപോലെ ചെറുതാക്കി വെച്ചാൽ ഒരു 2-3 പീസാക്കിയത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിൻ്റെലും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം അതിലേക്ക് നമ്മളിതാ വെണ്ടക്ക ഈ രീതിയിലാണ് കേട്ടോ മുറിച്ചത്. വളരെ ചെറുതല്ല, ഒത്തിരി വലുപ്പത്തിൽ. അതും കൂടി ആവശ്യത്തിനുള്ളത് നമുക്ക് എത്രയാണോ ആൾ വെച്ചാൽ അതിനനുസരിച്ച് എടുത്തിട്ട് ഇതേപോലെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഈ കുറേ സമയം വഴറ്റിയാൽ ഈ വെണ്ടക്കയിലുള്ള വഴുവഴുപ്പൊക്കെ പോകും കേട്ടോ. അപ്പോൾ അധികം ആളുകൾക്കും അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഇത് ഇഷ്ടമില്ലാത്തത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ അത് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇടയ്ക്ക് അതൊന്ന് ശ്രദ്ധിക്കാതെ പോരുത്, അടി പിടിക്കുക കരിയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം വീണ്ടും ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ പോകാം കേട്ടോ. അതിൻ്റെ മുന്നേ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് ചേർക്കുക, പിന്നെ തേങ്ങ ഒക്കെ ചേർത്തതിന് ശേഷം ബാക്കി ചേർക്കാം കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വഴറ്റുന്ന കൂടത്തിൽ തന്നെ റെഡിയായി വന്നോളും. പിന്നെ അതാ കുറച്ച് പുളി ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് ഇതാ പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതും നമ്മുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കൂടുതൽ പുളിയായി പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമാണ് ഇതിലേക്ക് കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എന്നതിന് ശേഷം വീണ്ടും മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് വേവൊന്നുമില്ല ഈ വെണ്ടക്ക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈഡിലെ അടുപ്പിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. ചെറിയ തീയിലിട്ടിട്ട് അതൊന്ന് വെണ്ടക്ക വെന്തോട്ടെ. അപ്പോൾ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്ന പോലെ തന്നെ. വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. ചുവന്നുള്ളിയോ വെളുത്തുള്ളിയോ കറിവേപ്പിനല്ലോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് മുളകും പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വറവായതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തീ ഓഫാക്കിയതിന് ശേഷം നമ്മൾ പൊടി ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ആ ചീനച്ചട്ടിയിൽ നല്ല ചൂടുണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ തേങ്ങ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെണ്ടയിലേക്ക് ഈ അരച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. എന്തായാലും ഒന്ന് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇതൊന്ന് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. പിന്നെ അതിലേക്ക് ഇതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അടുപ്പത്ത് ഇറക്കി വെച്ചിട്ട് ഒന്ന് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിൻ്റെലും കൂടി ഇട്ടിട്ടൊന്ന് വറവിട്ടും കൂടി കൊടുക്കുക. വെളിച്ചെണ്ണ ഒക്കെ എല്ലാ ഭാഗത്തും കുറേശ്ശെ ചേർത്തിട്ടുണ്ട്. ശ്രദ്ധിച്ച് മാത്രം വെളിച്ചെണ്ണ ഉപയോഗിക്കുക കേട്ടോ.